സോ നമ്മളിന്ന് SSC ആൻഡ് RRB എക്സാംസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാംസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്കൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഈ ക്ലാസ് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വൈൻഡപ്പ് ചെയ്തോളാം. നിങ്ങൾ എവിടെയാണ് സമാധാനമായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിലെത്തിയിട്ടാണോ, വർക്കിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ടോ, സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ക്ലാസ് കണ്ടാൽ മതി. ഇതൊരു ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, എക്സാമിനെ കുറിച്ചുള്ളൊരു കുഞ്ഞ് ഇൻഫോർമേഷനാണ്. എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്ന് സമാധാനമായിട്ടിരുന്ന് വൃത്തിക്കൊന്ന് കണ്ടാൽ മതി. PSCയും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും തമ്മിലുള്ള ഡിഫറൻസ് നല്ല വൃത്തിക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ജോബ് എപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബിനേക്കാളും മുകളിൽ പ്രിവെയിൽ ചെയ്യുന്നതെന്നുള്ളതും വളരെ വൃത്തിക്ക് ഈ ഒരു സെഷൻ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. SSC കണ്ടക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. RRB കണ്ടക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫുള്ളായിട്ട് കാണാം. പ്ലസ് ഞാനൊരു 6 മന്ത് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല ബാച്ചിലേക്കായിട്ടുള്ള ക്രാഷ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി 500 റുപ്പീസാണ് ആകെ ഫീസായിട്ട് വരുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷനിൽ നമ്മൾ ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആണ്. യൂണിവേഴ്സിറ്റി ലെവലിൽ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ടാണ് ഏറ്റവും അഫോർഡബിളായിട്ട് ഈ 20,000 30,000 വരെ വരുന്ന ഫീസ് വരുന്ന ഇത്തരത്തിലുള്ള കോച്ചിങ് നമ്മൾ 500 റുപ്പീസ് മാത്രം മന്ത്ലി ഫീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നടത്തുന്നത്. അത്രയും നമ്മൾ അഫോർഡബിളായിട്ട് നടത്തുന്നതിൻ്റെ റീസൺ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള കോച്ചിങ് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ക്ലാസ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ലൈക്ക് നമ്മൾ അത്രയും നല്ല രീതിയിലായിരിക്കും ഓരോ ടോപ്പിക്സും നമ്മൾ വൃത്തിക്കെടുക്കുക. ഇനി ഞാൻ നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. അതായത് SSC അതേപോലെ തന്നെ RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമിനെ കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം ഒന്ന് SSC എക്സാമിനെ കുറിച്ച് നോക്കാം. SSCക്ക് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർ പോലും ഒന്ന് എക്സാമിനെ കുറിച്ച് നോക്കാം. ബിഫോർ ദാറ്റ് PSCയുടെ പ്രശ്നം എന്താ അറിയോ? എക്സാം ക്വാളിഫൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന് 3-4 വർഷം എടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് തള്ളിപ്പോയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ SSC നടത്തുന്ന എക്സാം അല്ലെങ്കിൽ RRB നടത്തുന്ന എക്സാമിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വൃത്തിക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നാണെങ്കിൽ നിങ്ങളുടെ വേക്കൻസി അനുസരിച്ചിട്ട് അപ്പോൾ തന്നെ അവർ ലൈക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ഒരുപാട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്ന് അങ്ങനെ തള്ളിപ്പോകാനുള്ള സാധ്യതകൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്. ഓക്കെ, അതാണ് കൂടുതൽ ആൾക്കാരും SSC ആൻഡ് RRBക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേർക്സ് ആൻഡ് അലവൻസസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമിനേക്കാൾ എത്രയോ നല്ല പേർക്സ് ആൻഡ് അലവൻസസ് ആണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ സാലറി ആണെങ്കിലും അതല്ലാണ്ട് ബേസിക് പേയുടെ പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും അതല്ലാതെ മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇനി ഞാൻ എക്സാമിനെ കുറിച്ച് പറയാം. SSC എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇവരാണ് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓർഗനൈസേഷനിലേക്കും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. SSC നടത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് ഉണ്ട്. അതിലൊന്നാണ് SSC CGL എക്സാം. ഇത് ഡിഗ്രി ലെവൽ എക്സാമാണ്. 2 SSC CHSL എക്സാം. ഇതും +2 ലെവൽ എക്സാമാണ്. 12th ലെവൽ എക്സാം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. പിന്നെ SSC CPO എക്സാം, ഇത് ഡിഗ്രി ലെവൽ എക്സാമാണ്. പിന്നെ SSC MTS എക്സാം, ഇത് 10th ലെവലാണ്. GD 10th ലെവലാണ്. പിന്നെ സ്റ്റീനോഗ്രാഫർ ഉണ്ട്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് JE ഉണ്ട്. പിന്നെ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ജോബ് അവൈലബിൾ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് മുമ്പോട്ടേക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. ഏജ് റിലാക്സേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, SSC CGL എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 30 വയസ്സ് വരെയാണെന്ന് വിചാരിക്കുക. ഇത് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ്, അതായത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBCക്കാരാണെങ്കിൽ ഈ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഒന്നിച്ച് +3 വർഷം പിന്നെയും എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ബേസിക്കലി 33 വരെ OBCക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട് 3 വർഷം കൂടെ. പിന്നെ SC ST ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ 5 വർഷം എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ 30+5 35 ഇയേഴ്സ് വരെ SC ST ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്കലി ഡിസബിൾഡ് ആണെങ്കിൽ 10 വർഷം തൊട്ട് 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇത് ഏജ് റിലാക്സേഷൻ മാത്രമല്ല, എക്സാമിന് സ്കോർ ചെയ്യുന്ന മാർക്കിൻ്റെ കട്ട് ഓഫിൽ കൂടെ OBC SC STക്ക് ജനറലിനെക്കാളും എന്തുണ്ട്, ഇത്തരത്തിലുള്ള റിലാക്സേഷൻ ഉണ്ട്. സോ ജനറൽ കാറ്റഗറി പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ ഇല്ല. 18 to 30 വരെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് റിസർവേഷൻസ് ഒക്കെ കിട്ടും. അതിൽ പെടുന്നതാണെങ്കിൽ ഒന്ന് യൂട്യൂബിൽ നോക്കി ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതിൽ പെടുന്നതാണെങ്കിൽ പ്ലീസ് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങി വെച്ചാൽ ഇവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാന്നാണെങ്കിൽ വൃത്തിക്കിരുന്ന് പഠിച്ചാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. CGL എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമാണ്. ഡിഗ്രി ലെവൽ എക്സാം വെച്ചാൽ ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യാം, ഫൈനൽ ഇയേഴ്സിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ചില പോസ്റ്റിന് 18 തൊട്ട് 27 വരെ. അതിൽ തന്നെ 3 വർഷം OBCക്കും 5 വർഷം SC STക്കും, ഫിസിക്കൽ ഡിസബിൾഡ് ആണെങ്കിൽ 10 തൊട്ട് 15 വർഷം റിലാക്സേഷൻ ഉണ്ട്.
ചില പോസ്റ്റുകൾക്ക് 18 to 30 വയസ്സിൽ അറ്റംപ്റ്റ് ചെയ്യാം, ചില പോസ്റ്റുകൾക്ക് 32 വയസ്സിൽ അറ്റംപ്റ്റ് ചെയ്യാം. 32 വയസ്സിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വരുന്ന പോസ്റ്റും സീജനിലുണ്ട്. അവിടെയും ഒ ബി സിക്ക് 3 വർഷം 35 വരെ, SC STക്ക് 37 വരെയും എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ആർട്സോ സയൻസോ എന്തെങ്കിലും ഒരു ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഇതിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള മിനിസ്ട്രീസിൽ വർക്ക് ചെയ്യാം. ഇന്ത്യക്ക് പുറത്ത് അബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പുറത്ത് പോയിട്ട് സ്വിറ്റ്സർലാൻഡിലും ജപ്പാനിലും ചൈനയിലും സൗത്ത് കൊറിയയിലൊക്കെ പോയിട്ട് ഇന്ത്യൻ എംബസീസിൽ വർക്ക് ചെയ്യും. അവിടുത്തെ ഇന്ത്യൻസിൻ്റെ പാസ്പോർട്ട് ഇഷ്യൂസും ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സിലൊക്കെ ആയിരിക്കും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, NIA, CBI, ഇങ്ങനെ ഓഡിറ്റർ, പിന്നെ ടാക്സ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകളും സീജലിന് അവൈലബിളാണ്. പിന്നെ സീജലിനെ പ്രിപ്പയർ ചെയ്താൽ ഈ സെയിം സിലബസ് ആണ് CHSLന്, സെയിം സിലബസ് ആണ് MTSന്, സെയിം സിലബസ് ആണ് GDക്ക്, ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ് CPOക്ക്. ഇത് ഡിഗ്രി ലെവൽ എക്സാമാണ്. ഇതിന് പ്രിപ്പയർ ചെയ്താൽ ഈ ഡിഗ്രി ലെവൽ എക്സാമും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് +2 ലെവൽ എക്സാം, ഇതിനേക്കാളും ഈസിയർ ആണ് +2 ലെവൽ എക്സാം ആയിട്ടുള്ള CHSL. ഇത് രണ്ടും 10th ലെവൽ എക്സാമാണ്. ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള എക്സാമാണ് 10th ലെവൽ എക്സാം. സിലബസ് ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഒക്കെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം കുറച്ച് ടഫായിരിക്കും, പിന്നെ +2 ലെവൽ എക്സാം CHSL കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിരിക്കും. 10th ലെവൽ എക്സാം ആയിട്ടുള്ള MTSും GDയും ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് ടയർ 1 ക്വാളിഫൈ ചെയ്യണം. രണ്ടാമത് ടയർ 2 എന്ന് പറഞ്ഞൊരു പേപ്പർ കൂടി ഉണ്ട്. ഇങ്ങനെ 2 സ്റ്റേജ് ക്വാളിഫൈ ചെയ്ത ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഡയറക്റ്റ് പോസ്റ്റിംഗ്, ഇൻ്റർവ്യൂ പോലും അവിടെ ഇല്ല നിങ്ങളെ പ്രഷറൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. CHSL എന്ന് പറയുന്നത് +2 ലെവൽ എക്സാം. 12th ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് CHSL. 27 വയസ്സിൽ അറ്റംപ്റ്റ് ചെയ്യാം. അവിടെയും 3 വർഷം OBC, 5 വർഷം SC STക്ക് റിലാക്സേഷൻ ഉണ്ട്. LDC, JSA, DO തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസിലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടാവുക. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്, ഇങ്ങനെ 2 സ്റ്റേജ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ 100% സിലബസ്, അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ജനറൽ അവയർനെസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് തന്നെ പോയിട്ട് പഠിക്കണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. ആൻഡ് പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്ലാസ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ ഫസ്റ്റ് മന്തിൽ ജോയിൻ ചെയ്ത് നല്ല അല്ലാതാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ലീവ് ആയിട്ട് ഒരു പ്രൊവിഷൻ കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CPO എന്ന് പറയുന്നത് ഡൽഹി പോലീസിലേക്കും BSFിലേക്കും CISFിലേക്കും CRPFിലേക്കും ITBPയിലേക്കും SSBയിലേക്കൊക്കെയുള്ള സെലക്ഷനാണ്. ഡിഗ്രി ഇവിടെ ആവശ്യമുണ്ട്. 25 വയസ്സിൽ എക്സാം എഴുതാം. 3 വർഷം OBC, 5 വർഷം SC STക്ക് റിലാക്സേഷൻ ഉണ്ട്. പേപ്പർ 1 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പേപ്പർ 2 ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഇവിടെ ഉണ്ടാവുന്നതായിരുന്നു. ഓക്കെ, SSC MTS എന്ന് പറയുന്നത് 10th ലെവൽ എക്സാമാണ്. 25 വരും, ചില പോസ്റ്റുകൾക്ക് 27 അറ്റംപ്റ്റ് ചെയ്യാം. ഏജ് റിലാക്സേഷൻ അവിടെ ഉണ്ട്. 10th ക്വാളിഫിക്കേഷൻ മാത്രം മതി. മൾട്ടി ടാസ്കിങ് സ്റ്റാഫും ഹവിൽദാറൊക്കെ ആയിട്ടായിരിക്കും പോസ്റ്റിംഗ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമാണ് ഇവിടെ ഉണ്ടാവുക. GD എന്ന് പറയുന്നത് BSF, CISF, CRPF ഇതിലൊക്കെയുള്ള സെലക്ഷനാണ്. 10th ക്വാളിഫിക്കേഷൻ മതി. 23 വരെ അറ്റംപ്റ്റ് ചെയ്യാം. അവിടെ OBCക്കും SC STക്കും റിലാക്സേഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ മെഡിക്കൽ ഉണ്ടാവും. സ്റ്റീനോഗ്രാഫർ എന്ന് പറയുന്നത് 18 to 30 വരും, അതേപോലെ 27 വരും. ഗ്രേഡ് അനുസരിച്ചിട്ട് ഓരോ എക്സാംസിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. 12th ക്വാളിഫിക്കേഷൻ മതി. സ്റ്റീനോഗ്രാഫർ അതേപോലെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾ അവൈലബിൾ ആണ്. CBTയും സ്കിൽ ടെസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. JEE എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്കാണ് ഇവിടെ. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. 32 വരെയൊക്കെ അല്ലെങ്കിൽ 30 വരെ അറ്റംപ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ജോബ് റോൾ എന്ന് പറയുന്നത്. 2 പേപ്പേഴ്സ് ഇവിടെ അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാവും. JHT എന്ന് പറയുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്റർ അതേപോലെ സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജോബാണ്. 2 പേപ്പേഴ്സ് ഉണ്ടാവും. 30 വരെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ഇതിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ഡിഗ്രി ഉണ്ടായാലും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ടെന്നാണെങ്കിൽ, ഡിഗ്രി അല്ല മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 10th ലെവൽ എക്സാമാണ്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ക്വാളിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ CGL അല്ലെങ്കിൽ CPOക്ക് പ്രിപ്പയർ ചെയ്താൽ 12th ലെവൽ ഹയർ സെക്കൻഡറി ലെവൽ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സെയിം സിലബസ്, കുറച്ചും കൂടി ഈസിയറാണ്. അതേപോലെ തന്നെ ഈ എക്സാം എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം സിലബസ്, ഏറ്റവും ഈസിയറാണ്. 10th ലെവലേ ഉള്ളൂ. പിന്നെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് എക്സാം ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഹയസ്റ്റ് സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ CGL അത്ര സാലറി വേറെ ഒന്നിനുമില്ല. പിന്നെ CPO ആണ്, പിന്നെ JEE ആണ്. ഇങ്ങനെയാണ് സാലറിയുടെ ഒരു ലിസ്റ്റിംഗ് ആക്ച്വലി വരുന്നത്. അതിൽ CGLനെ പ്രിപ്പയർ ചെയ്താൽ ഒട്ടുമിക്കെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. RRB എക്സാമിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് റെയിൽവേ ബോർഡാണ് കണ്ടക്ട് ചെയ്യുന്നത്. NTPC മെയിൻ എക്സാമാണ്. പിന്നെ ഗ്രൂപ്പ് D ഉണ്ട്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഉണ്ട്, JEE ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, പാരാമെഡിക്കൽ ഉണ്ട്, മിനിസ്ട്രി ലെവൽ പോസ്റ്റുകൾ അവൈലബിൾ ആണ്. ഏജ് റിലാക്സേഷൻ ഇവിടെ അതേപോലെ വരുന്നുണ്ട്. ഓക്കെ, 30 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി എന്നാണെങ്കിൽ 33 വയസ്സ് വരെയാണ് OBC, 35 വരെയാണ് SC ST. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് കണ്ട് ശരിക്കും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ജനറൽ കാറ്റഗറി പെട്ട ഒരാൾക്ക് 30 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. NTPCക്ക് 33 വയസ്സിൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. OBCക്ക് 3ഉം SC STക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. പിന്നെ 12th ലെവൽ NTPC ഉണ്ടാവും, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഉണ്ടാവും. അപ്പോൾ ചില പോസ്റ്റുകളുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ, ഇതൊക്കെ ഡിഗ്രി ലെവലാണ്. പിന്നെ 12th ലെവൽ പോസ്റ്റുകളും ഉണ്ടാവും. ഇതൊക്കെയാണ് ജോബ് റോൾ എന്ന് പറയുന്നത്.
2 സ്റ്റേജ് ഉണ്ട്. പിന്നെ സ്കിൽ ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലായിരിക്കും ഉണ്ടാവും ഇവിടെ. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് 36 വയസ്സ് വരെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. 3 വർഷം OBCക്കും 5 വർഷം SC/STക്ക് റിലാക്സേഷൻ ഉണ്ട്. NTPC എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ 12th ലെവൽ എക്സാം. അതിന് പ്രിപ്പയർ ചെയ്താൽ ഈ 10th ലെവൽ ഗ്രൂപ്പ് ഡി എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് പ്രിപ്പയർ ചെയ്താൽ ഇത് മിനിമം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഞാൻ പറയുന്നത്. ഇവിടെ ട്രാക്ക് മെയിൻറ്റെയിനർ, പിന്നെ അസിസ്റ്റൻറ്റ് പോയിൻറ്റ്സ്മെൻ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ CBT ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനായിരിക്കും ഉണ്ടാവുക. പിന്നെ RRB ALP ഇത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ്. ട്രെയിനൊക്കെ ഓടിക്കുന്ന പൈലറ്റ്സിന് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. 30 വരും റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ഈവൻ വന്ദേ ഭാരതിൽ വരെ പോസ്റ്റിംഗ് ഉണ്ടാവും. CBT 1, 2 പിന്നെ CBAT അവസാനം ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ജെ എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കാണ്. നിങ്ങൾക്ക് നല്ല ജോബ് ഇവിടെ വരുന്നുണ്ട്, സൂപ്പർവൈസറായിട്ടൊക്കെ നല്ല ജോബ് വരുന്നുണ്ട്. CBT 1, 2 ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ ഉണ്ടാവുക. ടെക്നീഷ്യൻ റോഡ് ഇവിടെ വരുന്നുണ്ട്. IT ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് 33 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ പോസ്റ്റൊക്കെ ഇതാണ് CBT ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ഉണ്ടാവും. പാരാമെഡിക്കൽ അതായത് പാരാമെഡിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക്, ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് 40 വയസ്സ് വരെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടും ഫാർമസിസ്റ്റ് ആയിട്ടും സ്റ്റാഫ് നഴ്സായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. CBT ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സിമ്പിൾ ആയിട്ടുള്ള എക്സാം. വൃത്തിക്കിരുന്ന് പഠിച്ചാൽ ലൈഫ് ചേഞ്ച് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ചെയ്തു. ഇറ്റ്സ് എ ടിക്കറ്റ്, ബേസിക്കലി ഇറ്റ്സ് എ ടിക്കറ്റ് ടു എ ബെറ്റർ ലൈഫ്. എന്ത് പറഞ്ഞാലും സ്റ്റേബിളായിട്ട് എല്ലാ മാസവും ഒരു സാലറി കിട്ടുന്ന ഒരു ജോലി, ഒരു 50-60 രൂപ സ്റ്റേബിളായിട്ട് സാലറി കിട്ടുന്ന ഒരു ജോബിൻ്റെ ഒരു ധൈര്യം വേറെ തന്നെയാണ്. കാരണം പേടിക്കണ്ട, അങ്ങനെ ഒരു EMI ഉണ്ടെങ്കിൽ പോലും അത് കുഴപ്പമില്ല, എല്ലാ മാസം അടഞ്ഞു പോയിക്കോളും. ഈവൻ ഏത് സിറ്റുവേഷനിലാണെങ്കിലും സാലറി കിട്ടിക്കോളും, എന്താണെങ്കിലും അത് വലിയൊരു ധൈര്യം തന്നെ. ആ ജോബ് സെക്യൂരിറ്റി വേറെ ഒന്നിനുമില്ല. മിനിസ്ട്രി ലെവൽ പോസ്റ്റുകളും വേറെ വരാറുണ്ട്. അത് 12th പാസ്സായിട്ടുള്ള ആൾക്കാർക്കും ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും PG കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കും സ്റ്റീനോ, ട്രാൻസ്ലേറ്റർ, ടീച്ചർ, ലോ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഞാൻ പറയാം. പിന്നെ ക്വാളിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതുണ്ട്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് NTPCൻ്റെ 12th പാസ്സായിട്ടുള്ള ആൾക്കാർക്കും NTPC ഉണ്ട് 12th ലെവൽ. പിന്നെ ITI ഹോൾഡേഴ്സിന് ALP ടെക്നീഷ്യൻ ഉണ്ട്. 10th പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഗ്രാജുവേഷൻ. ഗ്രൂപ്പ് ഡി ഉണ്ട്. ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെയും കിട്ടാൻ വേണ്ടി പോകുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ അത്ര ജോബ് സെക്യൂരിറ്റിയിൽ ഏത് എക്സാമാണ് ഇന്ത്യയിലുള്ളത്? ഒരാൾക്കും സസ്പെൻഡ് ചെയ്യാൻ അത്ര പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല. ജോബ് സെക്യൂരിറ്റി പീക്ക് ലെവലാണ്. സാലറി സ്റ്റാർട്ടിങ് തന്നെ 40 to 60 ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവുക. പേഴ്ക്സ് ആൻഡ് അഡ്വാൻസസ് വേറെ ഉണ്ടാവും. റെയിൽവേയുടെ ബെനിഫിറ്റ്സ് മൊത്തം ഉണ്ടാവും. RRB ആണെങ്കിൽ ഫ്രീ ട്രാവൽ അടക്കം. പിന്നെ SSCയുടെ ആണെങ്കിലും ഒഫീഷ്യൽ വർക്കിനൊക്കെ ഫ്രീ ആയിരിക്കും, ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം. പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് നല്ല കൂടുതലാണ്. പെൻഷൻ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഹൗസിംഗ്, മെഡിക്കൽ ഫെസിലിറ്റീസ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓൾറെഡി നിങ്ങൾക്ക് ഇൻഷുറൻസ് ജോബിൽ കിട്ടുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയാൽ മതി, ഗവൺമെൻറ് ബാക്കി ഫണ്ടിങ് നടത്തിക്കോളും. ഈ ഗവൺമെൻറ് ജോബുള്ള ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കാറുണ്ട് ലോണൊക്കെ എടുക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ജോബുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അത്ര ഫാസ്റ്റായിട്ട് ലോൺ വേറെ ഒരാൾക്കും കിട്ടില്ല. അത്രയും ഒരു ഹയർ ഫണ്ടിങ്ങും വേറെ ഒരാൾക്കും കിട്ടില്ല. കാരണം സ്റ്റേബിൾ ജോബാണ്. മാനേജർക്ക് അപ്രൂവ് ചെയ്യാൻ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പെർമനൻറ്റ് ജോബാണ്. മാത്രമല്ല ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയാലും അതിൻ്റെ കംപ്ലീറ്റ്, ചിലപ്പോൾ വാർഡായിരിക്കും, സ്റ്റിൽ അതിൻ്റെ കംപ്ലീറ്റ് ചിലവ് വഹിക്കുക സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇവിടെ. ₹1 പോലും നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. അല്ലെങ്കിൽ ചികിത്സ സഹായം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുമ്പിലും കഷ്ടപ്പെടേണ്ടി വരില്ല. ഇറ്റ്സ് എ ടിക്കറ്റ് ടു എ ബെറ്റർ ലൈഫ്. പഠിക്കാൻ തരാണെങ്കിൽ ഇരുന്ന് പഠിക്കുക. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഒരു സ്ഥലത്തും കിട്ടില്ല. ഇപ്പം 4 ലക്ഷം വരെ സാലറി കിട്ടുന്ന ആൾക്കാർ അത് വിട്ടിട്ട് UPSC എക്സാംസ്, SSC എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ എന്താ? അതിൻ്റെ ആ ജോബ് സെക്യൂരിറ്റിയും അതിൻ്റെ പേഴ്സണൽ അലവൻസസും കണ്ടിട്ട് തന്നെയാണ്. ഒരു മെഡിക്കൽ ഹെൽത്ത് ഇഷ്യൂ വന്നു എന്നാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുത്തോളും. ചിന്തിക്കുക പോലും വേണ്ട അതിനെക്കുറിച്ചിട്ട്. ഈവൻ സർവീസിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും പാരൻസിന്, ഫാമിലിക്ക് ജോബ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പെൻഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഫാദർ ഡിഫൻസിലായിരുന്നു. ഫാദർ റിട്ടയർഡ് ആകുന്ന സമയത്ത് അവിടെ ECHS എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ECHS അതായത് വെറും 30,000 കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, അവർ ലൈഫ് ടൈം ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് കിട്ടി. ഈവൻ 40 ലക്ഷം ആയാലും 50 ലക്ഷം ആയാലും 1 കോടിയുടെ അടുത്ത് ഇപ്പോൾ ഹെൽത്തിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് അതിൻ്റെ ECHSൻ്റെ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ അച്ഛൻ്റെ കാര്യം മാത്രമല്ല, അമ്മയ്ക്കും അത് കിട്ടും, കുട്ടികൾക്കും കിട്ടും. നമ്മൾ കുട്ടികൾക്കും കിട്ടും. അതിൻ്റെ അത്ര ഈ ഡിഫൻസിലൊക്കെ ഡിഫൻസിൽ അച്ഛൻ നോർമലായിട്ടുള്ളൊരു പോസ്റ്റിൽ നിന്ന് കയറി പ്രൊമോട്ടഡ് ആയതാണ്. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ എൻറ്റയർ ആ ഫാമിലി തന്നെ അവിടെ സേഫ് ആകാൻ വേണ്ടി പോകുന്നത്. പഠിക്കാനുള്ള സമയം തലച്ചോറും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ടൈം വേസ്റ്റാക്കി ഇരുന്ന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള അവസരം വരുത്തിക്കാണ്ടിരിക്കുക. സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിന് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, ലാക്ക് ഓഫ് മെൻറ്റർഷിപ്പ്, ഇതൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്.
നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ഞാൻ അറിയിച്ചിട്ടുണ്ടാവും. 500 റുപ്പീസാണ് മന്ത്ലി ഫീസ്. 4 to 5 മന്തിൽ 100% സിലബസ് കവർ ചെയ്യും. ശേഷം റിവിഷൻ സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇൻ വിച്ച് നമ്മൾ കംപ്ലീറ്റ് എടുത്ത കഴിഞ്ഞ് മുമ്പോട്ടേക്ക് റിവൈസ് ചെയ്തിട്ടും മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഞാനായിരിക്കും ഇവിടെ നിങ്ങളുടെ മെൻറ്ററായിട്ട് ഉണ്ടാവുക. നിങ്ങളുടെ ഫാക്കൽറ്റി കം മെൻറ്റർ ഞാനായിരിക്കും ഉണ്ടാവുക. എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. സോ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലയെന്നാണെങ്കിൽ കോൾ ചെയ്താൽ മതി. ആൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആഡ് ചെയ്യും. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈസി ആക്സസ് ആയിരിക്കും എല്ലാത്തിനും, കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പോലും. ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ആർ ഫ്രീ ടു ആസ്ക് എനി ടൈം. താങ്ക്സ് എ ലോട്ട്.